നമസ്കാരം സുഹൃത്തുക്കളെ. നിർമ്മാതാവ് എന്നുള്ള നിലയിൽ 30-ലധികം സിനിമകൾ നിർമ്മിച്ചു. വിലായത്ത് ബുദ്ധയ്ക്ക് എന്ത് പറ്റി? കൈ പൊള്ളിയോ? തീർച്ചയായിട്ടും കൈ പൊള്ളുക എന്നുള്ളതല്ല, വാഷ് ഔട്ട് എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. അത് OTT പോലും വന്നില്ലല്ലോ. ഇല്ല, അത് വലിയ തീരെ പ്രതീക്ഷിക്കാത്തൊരു അനുഭവമായിരുന്നു. കുറേ സോഷ്യൽ മീഡിയയിലും നെഗറ്റീവായിട്ട് കുറേ കമൻറ്റുകളും അറ്റാക്കും ഒക്കെ ഉണ്ടായിരുന്നു. സിനിമ തീരെ മോശമാണെന്ന് പറയാൻ പറ്റില്ല. വളരെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും പിന്നെ നമുക്കറിയാലോ, വളരെ അറിയപ്പെടുന്ന ഒരു നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയെടുത്ത സിനിമയാണ്. മലയാളത്തിലെ ഒരു മുൻനിര നായകനെ വെച്ച് സിനിമ നിർമ്മിച്ചു, ആ സിനിമ ഇറക്കി, തിയേറ്ററിൽ അത് നേരിട്ട കനത്ത പരാജയവും ആ പരാജയത്തിൻ്റെ കയ്പുനീര് കുടിച്ച ഒരു നിർമ്മാതാവ് നിന്ന് അദ്ദേഹത്തിൻ്റെ നഷ്ടത്തെപ്പറ്റി പറയുന്നതാണ് നിങ്ങൾ കേട്ടത്. AV അനൂപ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ മെഡിമിക്സ് സോപ്പിൻ്റെയൊക്കെ ഉടമയാണ്. ഒരു സിനിമയൊന്നുമല്ല അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്, ഏതാണ്ട് 10-30ഓളം സിനിമകൾ മൊത്തത്തിൽ നിർമ്മിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഈ സിനിമ പോലെ മറ്റൊരു സിനിമയും അദ്ദേഹത്തിന് നഷ്ടമുണ്ടാക്കിയിട്ടില്ല. പൃഥ്വിരാജ് സുകുമാരൻ എന്ന മലയാളികൾ നേരത്തെയും ഒരിടക്കാലത്ത് പിന്നെ മാറ്റി വീണ്ടും ഇപ്പോൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന രായപ്പൻ എന്ന ഓമനപ്പേര് വിളിക്കുന്ന വ്യക്തിയുടെ സിനിമയുടെ അവസ്ഥയാണ്. അത് തിയേറ്ററിൽ പരാജയപ്പെട്ടത് മാത്രമല്ല, അതിന് OTTയിൽ എടുക്കാൻ പോലും ആരുമില്ല എന്ന് പറയുമ്പോൾ ആ സിനിമ അത്രയും മോശമായിട്ടൊന്നും അല്ല എന്ന് മനസ്സിലാക്കണം. ആ സിനിമ അത്രയും മോശമായ സിനിമ കൊണ്ടല്ല അത് തിയേറ്ററിൽ പരാജയപ്പെട്ടത്, ഇപ്പോൾ OTT എടുക്കാത്തത്. അത് ഈ നടൻ്റെ ചില മുൻകാല നിലപാടുകൾ കൊണ്ടും അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ കൊണ്ടും ഒരു വിഭാഗം ജനങ്ങൾ ഇയാളുടെ സിനിമകൾ കളിക്കുന്ന തിയേറ്ററിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് പറ്റിയ കുഴപ്പമാണ്. ഇയാൾ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ആക്രമണമൊന്നും ഈ സിനിമയ്ക്കെതിരെ നടന്നില്ല. അതിന് പകരം ബോധപൂർവം ഇങ്ങനൊരു സിനിമ റിലീസായിട്ടുണ്ടോ എന്ന ഒരു സൂചന പോലും കൊടുക്കാതെ, അതായത് ഈ സിനിമയെ പറ്റിയുള്ള യാതൊന്നും തങ്ങളുടെ ഫീഡിൽ വരാതിരിക്കാൻ വേണ്ടി ഈ കേരളത്തിലുള്ള സംഖ്യകൾ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സിനിമ പൊട്ടിപ്പോയത്. അവരൊന്നാമത് ആ സിനിമ തിയേറ്ററിൽ പോയി കാണാതിരിക്കാൻ ശ്രമിച്ചു. തങ്ങൾ വഴി 4 പേര് ഇത് കൂടുതൽ കാണാതിരിക്കാൻ, ഇതിന് വിസിബിലിറ്റി കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അങ്ങനെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഒരുപാട് പെയ്ഡ് പേജുകളും മറ്റുമൊക്കെ ഉണ്ട്. അതായത് സിനിമ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പണം കൊടുത്ത് തന്നെ ഉണ്ടാക്കുന്ന കുറേ പെയ്ഡ് പേജുകളുണ്ട്. അപ്പോൾ അവർ ഇല്ലാത്ത ഗുണങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ചുകൊണ്ട് പൊക്കി അടിക്കും, റിവ്യൂ മറ്റുമൊക്കെ. ഇത്തരം സംഗതികളൊക്കെ അതിൻ്റെ മെറിറ്റ് പോലും നോക്കാതെ നേരത്തെ പലരും ഷെയർ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ പോയി ഒരു കമൻറ്റ് ഇടുമായിരുന്നു, അല്ലെങ്കിൽ ഇതിനെ എതിർത്തെങ്കിലും കമൻറ്റ് ഇടുമായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് സംഖ്യകൾ കംപ്ലീറ്റ് ആയിട്ട് ഇത്തരം പേജുകളെയും അങ്ങ് അവോയ്ഡ് ചെയ്തു. അവിടെ പോയിട്ട് പ്രതികരിക്കാനും നിന്നില്ല, ലൈക്ക് ചെയ്യാനും നിന്നില്ല, ഷെയർ ചെയ്യാനും നിന്നില്ല, ആ സിനിമയെ കളിയാക്കാനും നിന്നില്ല, അല്ലെങ്കിൽ അതിനെ ഇകഴ്ത്താനും നിന്നില്ല. ചുരുക്കത്തിൽ അതിന് യാതൊരു തരത്തിലുള്ള വിസിബിലിറ്റി കൊടുക്കാതെ ഇല്ലായ്മ ചെയ്തു കളഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് തിയേറ്ററിൽ ആൾ കുറഞ്ഞു. പിന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ കൂടിയാണ് അഭിനയിച്ചത്. അത് വളരെ പേരുകേട്ട നിരൂപക പ്രശംസയൊക്കെ നേടിയ ഒരു നോവലിൻ്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു. എന്നിട്ടും ആ സിനിമ പൊട്ടിപ്പോയി. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജമൗലി പോലുള്ള വലിയ ബ്രഹ്മാണ്ഡ സംവിധായകർ പോലും അയാളുടെ ഒരു സിനിമയിൽ ഇപ്പോൾ പൃഥ്വിരാജ് അഭിനയിച്ചിരിക്കുകയാണ്. പക്ഷേ ആ സിനിമ സമയത്ത് ഇതുവരെ റിലീസായിട്ടില്ല. അയാൾ പോലും പേടിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കാരണം പൃഥ്വിരാജിൻ്റെ ചില നിലപാടുകൾ രാജ്യവിരുദ്ധർക്കൊപ്പമാണ് എന്നൊരു തോന്നൽ മലയാളികളിൽ ചിലർക്ക് മാത്രമല്ല, കേരളത്തിന് വെളിയിലുള്ളവർക്കുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് അങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ വളരെ വേഗം അയാളുടെ ഈ രാഷ്ട്രീയ നിലപാടുകൾ കൂടി ചർച്ച ചെയ്യും. അങ്ങനെ വരുമ്പോൾ വാരണാസി എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട്. അത് രാജമൗലിയാണ് സംവിധാനം ചെയ്യുന്നത്. മഹേഷ് ബാബുവാണ് അതിലെ നായകൻ. വില്ലനായിട്ടാണ് ഈ പൃഥ്വിരാജ് അഭിനയിക്കുന്നത്. ആ സിനിമ പോലും വിജയിച്ചേക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങളെ പോലെ അത്ര വലിയ രീതിയിൽ വിജയിച്ചില്ല എങ്കിൽ അതിൻ്റെ ഒരു കാരണമായിട്ട് ഭവിക്കാൻ പോകുന്നത് ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരുമാതിരിപ്പെട്ട സംവിധായകരും നിർമ്മാതാക്കളും ഇയാളെ വെച്ചിപ്പോൾ സിനിമ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ടായി, മലയാളത്തിൽ നിന്ന് ഫീൽഡ് ഔട്ടായി എന്ന് തന്നെ പറയാം. തുടക്കകാലത്ത് കുറേയൊക്കെ വ്യാജ നിലപാടുകളും മറ്റുമൊക്കെ ഇറങ്ങി ഒരു ക്യാരക്ടർ ഇല്ലാത്ത വ്യക്തിയാണെന്നൊക്കെ തോന്നിപ്പിച്ചതിന് ശേഷം കുറച്ച് നല്ല സിനിമകളൊക്കെ കിട്ടി. ആ രായപ്പൻ എന്നുള്ള പേരൊക്കെ മാറ്റി വന്നപ്പോഴാണ് വീണ്ടും എമ്പുരാൻ പോലുള്ള ചില സിനിമകൾ എടുക്കുകയും ലക്ഷദ്വീപ് ക്യാമ്പയിൻ്റെ കൂടെ കൂടുകയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിൽക്കുകയൊക്കെ ചെയ്ത് ഇയാളൊരു രാജ്യവിരുദ്ധനാണ് എന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാവുകയും അത് ദിവസം കഴിയുന്തോറും ആ ഒരു വിശ്വാസം ഉറച്ചുറച്ച് വരികയും ഒടുവിൽ ഇയാൾ ഇനി എത്ര നല്ല സിനിമ ഇറക്കിയാലും ഞങ്ങൾ കാണത്തില്ല എന്ന് ഒരു കൂട്ടം ആളുകളെ കൊണ്ട് ശപഥമടിപ്പിക്കാനും ആ ഒരു അവസ്ഥയിലേക്ക് വരെ അയാൾ കൊണ്ട് എത്തിച്ചു. അതിൻ്റെ ഫലമാണ് അയാളുടെ നല്ല സിനിമ ഇറങ്ങിയാൽ പോലും തിയേറ്ററിൽ ഓടുന്നില്ല. അത് OTTയിൽ പോലും ആരും എടുക്കാത്ത അവസ്ഥ. വിനാശകാലേ വിപരീത ബുദ്ധി.